ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമവുമായി ബന്ധപ്പെട്ട ക്ലാസ്സിലാണ് ഇന്ന് നമ്മളുള്ളത്. കഴിഞ്ഞ 7 ക്ലാസ്സുകളിലായി പരിശുദ്ധ ഖുർആനിലെ പാരായണ നിയമങ്ങൾ നമ്മൾ പഠിച്ചു വരികയാണ്. അതിൽ 5, 6, 7 എന്നീ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ 3 ക്ലാസ്സുകളിൽ സുക്കൂനുള്ള നൂന്, തൻവീന് ഇവ രണ്ടിനും ബാധിക്കുന്ന നിയമങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് പരിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സുക്കൂനുള്ള നൂനോ തൻവീനോ കണ്ടു കഴിഞ്ഞാൽ അവയെ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഇന്നത്തെ ക്ലാസ്. അതായത് നമുക്കറിയാം, അറബിയിൽ ആകെ 28 അക്ഷരങ്ങൾ ആണ് ഉള്ളത്. ആ 28 അക്ഷരങ്ങളിൽ 13 അക്ഷരങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ 13 അക്ഷരങ്ങളുടെ മുമ്പിൽ സുക്കൂനുള്ള നൂനോ തൻവീനോ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവയെ ഉച്ചരിക്കേണ്ടത്. ആ അക്ഷരങ്ങളെ അല്ല കേട്ടോ, ആ സുക്കൂനുള്ള നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ചെറുതായിട്ട് ഓർമ്മിപ്പിക്കാം. ബ എന്ന അക്ഷരത്തിന് മുമ്പ് സുക്കൂനുള്ള നൂനോ തൻവീനോ വന്നു കഴിഞ്ഞാൽ ഇഖ്ലാബ് എന്ന നിയമമാണ് നമ്മൾ പഠിച്ചത്. അതേപോലെ 6 അക്ഷരങ്ങൾ, ഹൽഖിൻ്റെ അക്ഷരങ്ങൾ, തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ, ഹംസ, ഹ, ഐൻ, ഹ, ഖൈൻ, ഖ, ഈ 6 അക്ഷരങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും ഒരക്ഷരത്തിൻ്റെ മുമ്പിൽ, ഈ 6 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ മുമ്പിൽ സുക്കൂനുള്ള നൂനോ തൻവീനോ വന്നു കഴിഞ്ഞാൽ ഇൽഹാർ ചെയ്യണം എന്ന നിയമവും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ആകെ 7 അക്ഷരങ്ങളുടെ കാര്യം പറഞ്ഞു. പിന്നെ ഇദ്ഗാം എന്ന് പറയുന്ന നിയമം 2ആയിട്ട് പഠിച്ചു. ഇദ്ഗാം ബിഗുന്നയും ഇദ്ഗാം ബിലാ ഗുന്നയും. അതിൽ നൂന്, വാവ്, മീമ്, യാ എന്നീ 4 അക്ഷരങ്ങൾ ഇദ്ഗാം ബിഗുന്നക്കും ലാമ്, റാ എന്നീ 2 അക്ഷരങ്ങൾ ഇദ്ഗാം ബിലാ ഗുന്നക്കും വേണ്ടി നമ്മൾ പഠിച്ചു. അപ്പോൾ ആകെ എത്ര അക്ഷരങ്ങളായി? 13 അക്ഷരങ്ങളായി. അപ്പോൾ 13 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരത്തിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂനോ തൻവീനോ വന്നാൽ അത് അവിടെ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് ഇപ്പോൾ നമുക്ക് അറിയാം എന്നർത്ഥം. ഇനി ബാക്കിയുള്ളത് എത്ര അക്ഷരങ്ങളാണ്? 13 കഴിച്ച് ഇനി ബാക്കി 15 അക്ഷരങ്ങളുണ്ട് അല്ലേ? ഏതൊക്കെയാണ് ആ 15 അക്ഷരങ്ങൾ? താ, സാ, ജീമ്, ദാല്, സാല്, സായ്, സീൻ, ഷീൻ, സ്വാദ്, ലാദ്, ത്വാ, ലാ, ഫാ, ഖാഫ്, കാഫ്. ഈ 15 അക്ഷരങ്ങൾ ഇത് ഓർമ്മിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ശരിക്ക് നമ്മൾ ആദ്യം പറഞ്ഞ ആ 13 ഓർമ്മിച്ച് വെക്കണം. അതെന്തായാലും നമ്മൾ ഓർമ്മിച്ച് വെച്ചേ പറ്റൂ. ഏതാണ് ഇഖ്ലാബ്? ബാഇൻ്റെ മുമ്പ് വന്നാൽ എന്ത് ചെയ്യണം അത് നമ്മൾ പഠിക്കണം. അതേപോലെ തന്നെ ഹൽഖിൻ്റെ അക്ഷരങ്ങളായിട്ടുള്ള ആ 6 അക്ഷരങ്ങളുടെ മുമ്പിൽ സുക്കൂനുള്ള നൂനോ തൻവീനോ വന്നാൽ എന്ത് ചെയ്യണം അത് നമ്മൾ പഠിക്കണം. അതേപോലെ ഇദ്ഗാം ബിഗുന്നയും ഇദ്ഗാം ബിലാഗുന്നയും നമ്മൾ പഠിക്കണം. അപ്പോൾ ആ 13 അക്ഷരങ്ങൾ പഠിക്കൽ നിർബന്ധമാണ്. ആ 13 അക്ഷരങ്ങൾ ശരിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങൾക്കും ഇഖ്ഫാ എന്നങ്ങ് മനസ്സിലാക്കി വെച്ചാൽ മതി. ആ 13 അക്ഷരം ശരിക്കാണ് പഠിക്കുക. ആ 13 അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള 15 അക്ഷരങ്ങൾ കാണാപ്പാഠം പഠിക്കണ്ട. ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങൾക്കും എന്ന രൂപത്തിൽ അങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി. ഈ 13 അല്ലാത്ത വേറെ ഏത് അക്ഷരത്തിൻ്റെ മുമ്പിൽ സുക്കൂനുള്ള നൂനോ തൻവീനോ വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ള നിയമം ഇഖ്ഫാ ആണ് എന്ന് നമ്മളങ്ങ് പഠിച്ചു വെച്ചാൽ മതി. എന്താണ് ഈ ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ? അവ്യക്തമാക്കൽ അല്ലെങ്കിൽ മറക്കൽ, മറച്ചു വെക്കുക, ഒളിപ്പിക്കുക. അപ്പോൾ അവിടെയുള്ള ആ നൂനിനെ, തൻവീനാണെങ്കിലും സുക്കൂനുള്ള നൂനാണെങ്കിലും അതിൽ വരുന്ന ആ നൂനിൻ്റെ ശബ്ദത്തെ അവ്യക്തമാക്കും, അല്ലെങ്കിൽ മറച്ചു വെക്കും, അല്ലെങ്കിൽ ഒളിപ്പിക്കും. അവിടെ എങ്ങനെയാണ് അത് ഒളിപ്പിക്കുക? അതിനെ നമ്മൾ എങ്ങനെയാണ് ആ നൂനിനെ ഉച്ചരിക്കുന്നത് എന്നൊന്നും ശരിക്കും മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങളെല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കൂ. അൻ പറയൂ. അൻ. പിന്നെ ഇൻ, ഉൻ, അൻ, ഇൻ, ഉൻ. ഇത് പറയുന്ന സമയത്ത് എവിടെയാണ് നാവ് പോയി
തൊട്ടത്? നമ്മുടെ നാവിൻ്റെ അറ്റം വായൻ്റെ ഉള്ളിൽ എവിടെയാണ് ടച്ച് ചെയ്തത്, എവിടെയാണ് തൊട്ടത്? അൻ അൻ എന്ന് പറയുമ്പോൾ, ആ എൻ എന്ന് പറയുമ്പോൾ നാവിൻ്റെ അറ്റം എവിടെയുള്ളത് നോക്കൂ. ഇൻ, ഉൻ, ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ നാവിൻ്റെ അറ്റം എവിടെയുള്ളത്? നാവിൻ്റെ അറ്റം മേൽപ്പല്ലിൻ്റെ കുറച്ച് മുകൾ ഭാഗത്ത്, ആ മോണയിൽ അല്ലേ, അല്ലെങ്കിൽ ആ മോണയുടെ കുറച്ചും കൂടെ പിന്നിലെന്ന് പറയാം. അപ്പോൾ ആ രൂപത്തിൽ അവിടെയാണ്, നമ്മുടെ മേൽപ്പല്ലിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ മോണയിലാണ് നാവിൻ്റെ അറ്റം പോയി തൊടുന്നത്, അൻ എന്ന് പറയുമ്പോൾ. എന്നാൽ അവിടെ പോയി തൊടാതെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. നാവിൻ്റെ അറ്റം അവിടെ ടച്ച് ചെയ്യണ്ട, അവിടെ തൊടണ്ട, അതിൻ്റെ തൊട്ടടുത്ത് വരെ എത്തണം. അവിടെ തൊടരുത്, തൊടാതെ അതിൻ്റെ തൊട്ടടുത്ത് ആ മേൽമോണയുടെ മേലെ തൊടാതെ തൊട്ട് ആ തൊടുന്നതിൻ്റെ കുറച്ച് മുമ്പ് വരെയുള്ള ആ ഒരു അകലുണ്ടല്ലോ, ചെറിയൊരു അകലം വെച്ചിട്ട് ഒന്ന് നിർത്തി വെക്കൂ. അപ്പോൾ എങ്ങനെ പറയാം? നമുക്ക് എൻ എന്നുള്ള പൂർണ്ണമായ നൂനിൻ്റെ വെളിവാവൽ കിട്ടൂല, പൂർണ്ണമായ നൂനിൻ്റെ ശബ്ദം പുറത്തേക്ക് കിട്ടൂല. അങ്ങനെ ആ നൂനിനെ ശരിയായ മഖ്റജിലേക്ക് എത്താതെ പറയാം, അല്ലെങ്കിൽ നാവിനെ അവിടെ കൊണ്ടുപോയി ടച്ച് ചെയ്യരുത്, അവിടെ കൊണ്ടുപോയി തൊടരുത്, അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടി വരിക. പക്ഷേ അതേസമയം നൂനിൻ്റേതായ ഗുന്നത്ത്, ആ ഈണം, ആ രാഗം, മണിക്കൽ, അത് നിലനിർത്തണം, അത് വേണം, മണിക്കൽ വേണം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ, അതായത് ഇഖ്ഫാഇൻ്റെ സന്ദർഭങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന സുക്കൂനുള്ള നൂനും തൻവീനും കണ്ടാൽ തന്നെ നമുക്ക് തിരിച്ചറിയും. സുക്കൂനുള്ള നൂന് പറഞ്ഞാൽ ഒരു പുള്ളി മാത്രമേ ഉണ്ടാവുള്ളൂ. ആ പുള്ളിയുടെ മുകളിൽ സാധാരണ സുക്കൂന് എന്നുള്ള അടയാളം ഉണ്ടാവില്ല. അതേപോലെ തന്നെ തൻവീന്, ഫത്ഹ് തൻവീൻ ആണെങ്കിൽ 2 വരകൾ ഒന്നൊന്നിൻ്റെ താഴെ കൃത്യമായിട്ടായിരിക്കില്ല, കുറച്ച് തെറ്റിച്ചിട്ടാണ് ഉണ്ടാവുക. ലമ്മ് തൻവീൻ ആണെങ്കിൽ 2 കൊളുത്തുകൾ വേറെ വേറെ ഉണ്ടാവും. ഇങ്ങനെയാണ് ഇത്. ഇഖ്ഫാഇൻ്റെ സമയത്ത് മാത്രമല്ല, ഇദ്ഗാമിൻ്റെ സമയത്തും ഇങ്ങനെയാണ്. നമുക്കിങ്ങനെ പറയാം, ഇൽഹാർ അല്ലാത്ത സമയത്തൊക്കെ, ഇൽഹാറിൽ മാത്രം നമുക്ക് എങ്ങനെയാണ് സുക്കൂനുള്ള നൂനും തൻവീനും എന്നുള്ളത് പഠിച്ചു വെച്ചാൽ മതി. സുക്കൂനുള്ള നൂനും തൻവീനും ഇൽഹാറിൻ്റെ സമയത്ത്, അതായത് ഹൽക്കിൻ്റെ അക്ഷരങ്ങളായിട്ടുള്ള 6 അക്ഷരങ്ങൾ പറഞ്ഞല്ലോ, ആ സമയത്ത് സുക്കൂനുള്ള നൂന് പറഞ്ഞാൽ നൂനിൻ്റെ പുള്ളിക്ക് പുറമേ ആ സുക്കൂൻ ഉണ്ടാവും. അതേപോലെ തൻവീനുകൾ 2 ഫത്ഹ് തൻവീനാണെങ്കിൽ 2 വരകൾ ഒന്നൊന്നിൻ്റെ താഴെ കൃത്യമായിട്ടായിരിക്കും. കസ്ർ തൻവീനും അങ്ങനെ തന്നെ. ലമ്മ് തൻവീനാണെങ്കിൽ 1 കൊളുത്ത് ഇങ്ങോട്ടും 1 കൊളുത്ത് തിരിച്ച് അങ്ങോട്ടും ബാക്കിലേക്കും, ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ. ഈ രൂപത്തിലാണ് ഇൽഹാറിൻ്റെ സമയത്തുണ്ടാവുക. എന്നാൽ ഇൽഹാർ അല്ലാത്ത സന്ദർഭങ്ങളിൽ ഈ രൂപത്തിലല്ല ഉണ്ടാവുക. അതിൽ ഇഖ്ലാബിൻ്റെ സമയത്ത് മാത്രം ഒന്ന് ചെറുതായിട്ട് ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ 2 ഫത്ഹ് തൻവീൻ ഇടുന്ന സമയത്ത് ഒരു വരയും പിന്നെ ഒരു മീമൂടും. ലമ്മ് തൻവീനാണെങ്കിൽ 1 കൊളുത്തും പിന്നെ ഒരു മീമൂടും. കസ്ർ തൻവീനാണെങ്കിലും അങ്ങനെ തന്നെ, 1 വരയും പിന്നെ ഒരു മീമൂടും. അല്ലാതെ ഇഖ്ഫാഇൻ്റെ സന്ദർഭങ്ങളിലും ഇദ്ഗാമിൻ്റെ സന്ദർഭങ്ങളിലുമൊക്കെ ഫത്ഹ് തൻവീൻ ഇടുക കുറച്ച് തെറ്റിച്ചിട്ടാണ്. ലമ്മ് തൻവീൻ ഇടുക 2 കൊളുത്തുകൾ വേറെ വേറെയാണ്. കസ്ർ തൻവീനും 2 വര ഒന്നൊന്നിൻ്റെ താഴെ കൃത്യമല്ല, തെറ്റിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഒരു അടയാളം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഇൽഹാർ അല്ലാത്ത മറ്റു നിയമമാണ് എന്ന് അപ്പം തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ഇഖ്ഫാഇൻ്റെ നിയമം, ഇന്ന് നമ്മൾ പഠിക്കുന്ന ഇഖ്ഫാഇൻ്റെ നിയമം ഒരുപാട് സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ വരുന്നതാണ്. അതുകൊണ്ട് ഇത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? നൂനിനെ അവ്യക്തമാക്കണം, എന്നാൽ മണിക്കുകയും വേണം. നമുക്ക് ചില ഉദാഹരണങ്ങളിലൂടെ നോക്കാം. 1, മിൻ ഷെരിൽ വസ്വാസിൽ ഖന്നാസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. മിൻ ഷെരി, അവിടെ നോക്കൂ നിങ്ങൾ. മിൻ ഷെരി, ഷീനിൻ്റെ മുമ്പ് സാക്കിനത്തായിട്ടുള്ള നൂന് വന്നു, സുക്കൂനുള്ള നൂന് വന്നു. അവിടെ ആ നൂനിനൊരു പുള്ളി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇട്ട് കൊടുക്കുക, കാരണം അത് ഇൽഹാർ അല്ല എന്ന് അപ്പം തന്നെ നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ഇഖ്ഫ ആണോ ഇഖ്ലാബ് ആണോ ഇദ്ഗാം ആണോ എന്നൊക്കെയാണ് പിന്നെ നോക്കാനുള്ളൂ. അതിൽ ഇഖ്ലാബ് അല്ല, ഇഖ്ലാബ് ആണെങ്കിൽ അവിടെ ഒരു മീമ് കാണും. പിന്നെയുള്ളത് ഇദ്ഗാം ആണോ അല്ല ഇഖ്ഫ ആണോ. ഇദ്ഗാമും അല്ല, ഇദ്ഗാമിൻ്റെ അക്ഷരങ്ങൾ 6 നൂന്, വാവ്, മീമ്, യാ, ലാമ്, റാ, ഇതൊന്നും അല്ലല്ലോ. അപ്പോൾ ഇവിടെ ഇത് അതൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഇഖ്ഫാഇൻ്റെ അക്ഷരമാണ് ഷീന്. എങ്ങനെയാണ് നൂനിനെ അവ്യക്തമാക്കി മണിക്കേണ്ടത്? മ്യശരി, മിൻ ശരി എന്ന് പറയരുത്. ചില ആളുകൾ ആ രൂപത്തിൽ തെറ്റി ഓതാറുണ്ട്. മിൻ ശരി, അത് ശരിക്ക് ഇൽഹാറാണ്.
മിൻ എന്ന് പറഞ്ഞിട്ട് കുറേ നേരം പിടിച്ചെന്നാൽ മണിക്കലോട് കൂടിയുള്ള ഇൽഹാർ ബിഗുന്ന എന്ന് പറയേണ്ടി വരും. അത് തെറ്റാണ്. അങ്ങനെയല്ല പാരായണം ചെയ്യേണ്ടത്. മിൻ എന്ന് നൂനിൻ്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കരുത് എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ടുപോയി മോണയിൽ തൊടരുത്. നാവിൻ്റെ അറ്റം മോണയിൽ തൊട്ട് കഴിഞ്ഞാൽ അവിടെ പിന്നെ ഇൽഹാറായിട്ട് വരും. ആ നൂനിൻ്റെ ശബ്ദം കേൾക്കുന്ന രൂപത്തിൽ വരും. നാവിൻ്റെ അറ്റം മോണയിൽ തൊടരുത്. കുറച്ച് ഗ്യാപ്പ് ഇടുക, തൊടാതെ നിർത്തുക. അപ്പോൾ ശരി ഒരു അവ്യക്തമായ നൂന പിന്നെ കേൾക്കുക, വ്യക്തമല്ലാത്ത നൂന കേൾക്കുക, അല്ലെങ്കിൽ നൂനിനെ മറച്ച് വെക്കുക എന്ന് പറയും. എന്നാൽ അതിൻ്റെ ഉന്നത്ത് നിലനിർത്തും ചെയ്യും. അങ്ങനെ കുറേ നേരം ഇങ്ങനെ മണിച്ച് നിൽക്കണ്ടല്ലോ, അതാണ് ഈ ഉന്നത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ശരിൽ അങ്ങനെ. ഇനി ഇതിപ്പോൾ നൂന് സുക്കൂനുള്ള നൂനും ഷീനും വ്യത്യസ്ത പദങ്ങളിലായിട്ട് വന്നു. ഇനി ഒരേ പദത്തിൽ വന്നാലും ഇതേ നിയമം ബാധകമാണ്. ഒരേ പദമാണോ വ്യത്യസ്ത പദമാണോ എന്നൊന്നും നോക്കണ്ട. നമ്മൾ ഈ പറയുന്ന 15 അക്ഷരങ്ങളിൽ ഏതെങ്കിലും അക്ഷരത്തിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂനോ തൻവീനോ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഒരു ഉദാഹരണം നോക്കൂ. ഒരേ പദത്തിൻ്റെ ഉള്ളിൽ വരുന്നത് അന്തും ആബിദൂന നമ്മൾ പഠിച്ചില്ലേ, വല അന്തും ആബിദൂന. അവിടെ ആന്തും താഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു. അപ്പോൾ അവിടെയും ആ നൂനിന് ഒരു പുള്ളി മാത്രമേ ഉണ്ടാവുള്ളൂ. ആന്തും അവ്യക്തമാക്കി മണിക്കുക. ഇനി തൻവീന് വരുന്ന 2 ഉദാഹരണങ്ങൾ കൂടെ നോക്കാം. ഒന്ന്, സയസ്ല നാറൻ ദാത്ത. സാലിൻ്റെ മുമ്പ് തൻവീന് വന്നു, ഫത്ത് തൻവീനാണ് അവിടെ ഫത്ത് തൻവീൻ ഇട്ട് നോക്കൂ. ആ 2 വരകൾ കുറച്ച് തെറ്റിച്ചിട്ടല്ലേ? അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇൽഹാർ അല്ല. പിന്നെ ഏതാണെന്നുള്ളത് നമ്മുടെ ആ ഒരു അറിവനുസരിച്ച് നമ്മൾ തീരുമാനിക്കണം. അതായത് ഇഖ്ലാബു അല്ല, അവിടെ മീമ് കാണുന്നില്ലല്ലോ. പിന്നെ ഇദ്ഗാമാണോ? ഇദ്ഗാമാണെങ്കിൽ നൂന് വാവ് മീമ് യാ ലാമ് റാ ഈ 6 അക്ഷരങ്ങളാണല്ലോ വരേണ്ടത്. ഇവിടെ അതൊന്നുമല്ല, ദാലാണ്. ദാലായതുകൊണ്ട് നമുക്ക് പറയാം ഇഖ്ഫ ആണ്. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ ആ നാറൻ എന്ന തൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ അവ്യക്തമാക്കണം. നാറൻ എന്ന രൂപത്തിൽ വെളിവാക്കി പറയാൻ പാടില്ല. നൂനിൻ്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കരുത്. വ്യക്തമല്ലാത്ത രൂപത്തിൽ നൂനിനെ പറയണം. അതിനെന്ത് ചെയ്യണം? നാറൻ എന്ന് പറയുമ്പോൾ അതിൽ നാറൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലൊരു നൂനിൻ്റെ ശബ്ദം വരുന്നുണ്ട്. അത് പറയാൻ വേണ്ടി നമ്മുടെ നാവിൻ്റെ അറ്റം കൊണ്ടുപോയി തൊടുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, മോണയുടെ ഭാഗം, അവിടെ തൊടരുത്. അവിടെ തൊടാതെ കുറച്ച് മാറ്റി നിർത്തുക. അപ്പം നാറാത്ത ഈ രൂപത്തിലാണ് വരിക. ഇനി അടുത്തൊരു തൻവീൻ്റെ ഉദാഹരണം നോക്കൂ. ഫീഹ കുത്തുബുൻ ഖയ്യിമ. കുത്തുബുൻ ഖയ്യിമ. ഖാഫിൻ്റെ മുമ്പ് തൻവീന് വന്നു, ലമ്മ് തൻവീനാണ് അവിടെ. ഇവിടെയും ആ ലമ്മ് തൻവീൻ ഇട്ടോ നോക്കൂ. 2 കൊളുത്ത് വേറെ വേറെ ആയിട്ട് ഇട്ടിട്ടുണ്ടാവും അല്ലേ, 2 ലമ്മിട്ട പോലെ ഉണ്ടാവും. അപ്പോൾ അവിടെ ഇൽഹാർ അല്ല എന്ന് മനസ്സിലാക്കാം. ഇനി അവിടെയും പാരായണം ചെയ്യുമ്പോൾ ഇഖ്ഫ ആണ് നിയമം, അവ്യക്തമാക്കി മണിക്കുക. കുത്തുബോ ഖയ്യിമ. ഇവിടെ ഈ ലമ്മ് തൻവീന് വരുന്ന സ്ഥലത്ത് പല പാരായണങ്ങളിലും തെറ്റുകൾ സംഭവിക്കുന്നത് ബോ എന്നുള്ള രൂപത്തിൽ, ഓ എന്നുള്ള രൂപത്തിൽ ഉച്ചാരണം വരും. ഓ എന്നല്ല, ഊ എന്ന. കുത്തുബുൻ എന്നുള്ളതിലെ ഒരു ലമ്മൺ കളഞ്ഞാൽ, 2 ലമ്മുകളാണല്ലോ തൻവീൻ എന്ന് പറയുമ്പോൾ, കുത്തുബുൻ, അതിൽ ഒരു ലമ്മ് കളഞ്ഞാൽ പിന്നെ ബാക്കി ഒരു ലമ്മേ ഉണ്ടാവുള്ളൂ, കുത്തുബു. അപ്പോൾ ബു എന്നാ വരുന്നത്. ആ രൂപത്തിൽ തന്നെ വേണം ഉച്ചാരണം വരാൻ, അല്ലാതെ ബോ എന്നായി പോകരുത്. ബു എന്ന് തന്നെ വരണം. ഓ എന്ന ശബ്ദം വരരുത്, ഊ എന്ന ശബ്ദം തന്നെയാണ് വരേണ്ടത്. കുത്തുബും ഖയ്യിമ, അല്ലാതെ കുത്തുബോ എന്നല്ല. ഓ എന്നുള്ള രൂപത്തിലേക്ക് ശബ്ദം പോവരുത്. ഇത്രയാണ് ഇഖ്ഫാഇൻ്റെ നിയമങ്ങൾ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ പറയാനുള്ളത്. ഇനി ഇതിനെ കുറച്ചും കൂടെ ആഴത്തിൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗം ഉപകാരപ്പെടും. ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഏറ്റവും ചെറിയ രൂപത്തിൽ, ഏറ്റവും എളുപ്പമാർഗത്തിൽ അതിനെ മനസ്സിലാക്കുന്ന രൂപമാണ്. എന്നാൽ ഒരല്പം കൂടെ ആഴത്തിൽ അതിനെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിനെ മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു ഉദാഹരണത്തോടു കൂടി പറയാം. എല്ലാ അക്ഷരങ്ങളുടെയൊന്നും ഞാൻ പറയുന്നില്ല, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണത്തിൻ്റെ ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഞാനവിടെ എഴുതിയിട്ടുണ്ട് മൻസ. അവിടെ 3 അക്ഷരങ്ങളിൽ ഉള്ളത് മീമുണ്ട്, നൂനുണ്ട്, ദാലുണ്ട്. അതിൽ നൂനിന് സുക്കൂനാണ്.
അപ്പോൾ സുക്കൂനുള്ള നൂനുണ്ട്, സാലുണ്ട്. സാലിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു എന്ന് പറയാം. ഇഖ്ഫ ആണ് നിയമം, തീരുമാനമായി. അത് നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ഇഖ്ഫ ആണ്, സംശയമൊന്നുമില്ല. ഇനി എങ്ങനെയാണ് അതിനെ ശരിക്കും നമ്മൾ പാരായണം ചെയ്യേണ്ടത്, ആ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. മൻ ദ എന്ന ഈ 3 അക്ഷരങ്ങൾ പറയുമ്പോൾ ആദ്യം മീമാണ് പറയുക, അതിൽ സംശയമൊന്നുമില്ല. മാ എന്നുള്ളത് ആദ്യം പറയും അല്ലേ, അത് പിന്നെ പ്രശ്നമൊന്നുമില്ല. മാ എന്നുള്ളത് പറയും. ഇനി എന്താ ചെയ്യുക? രണ്ടാമത്തത്, ഇനി നല്ലോണം ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഒരു സുക്കൂനുള്ള നൂനും ഉണ്ട്, ദാലും ഉണ്ട്. അതിൽ ദ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മളുടെ വായയിലെ അവയവങ്ങൾ, പല്ലും ചുണ്ടും നാവും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ആദ്യമേ ഒന്ന് നോക്കി വെക്കുക. ദ എന്ന് ഇത് ശരിക്ക് മുമ്പിൽ നമ്മൾ കാണുന്ന രൂപത്തിൽ പറഞ്ഞ് അവതരിപ്പിച്ച് പഠിച്ചാലേ ശരിക്കും മനസ്സിലാവുള്ളൂ. എങ്കിൽ കൂടെ ശ്രമിക്കുക. ദ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചുണ്ടും പല്ലും നാവും ഒക്കെ വരുന്നത്? ദ എന്ന് പറയുമ്പോൾ മേൽ പല്ലിൻ്റെയും താഴെ പല്ലിൻ്റെയും ഇടയിൽ കൊണ്ടുപോയി നാവിൻ്റെ അറ്റം വെക്കുക അല്ലേ, അങ്ങനല്ലേ ദ എന്ന് പറയുന്നത്? ദ ആ വെക്കൽ അങ്ങനെ തന്നെ വെച്ചുകൊണ്ടൊന്ന് മണിക്കുക. അവിടെ കട്ടിയിൽ വെക്കണ്ട, അവിടെ ചെറുതായിട്ട് ആ രൂപത്തിൽ തന്നെ നമ്മുടെ നാവ് എത്തണം. പക്ഷേ ദ എന്ന് പറയണ്ട, അത് പറയാതെ അങ്ങനെ തന്നെ നാവ് അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ മണിക്കുക. മണിക്കുക എന്ന് പറഞ്ഞാൽ നൂനിൻ്റെ മണിക്കലാണ് വരേണ്ടത്. അപ്പം എങ്ങനെ? മന്ദ മന്ദ. ഞാൻ ആ മ എന്ന് പറയണ്ടല്ലോ, ആ സമയത്തും ദാല് പറയാൻ വേണ്ടി എങ്ങനെയാണോ നാവിനെയും ചുണ്ടിനെയും വെക്കുന്നത് അതേപോലെ വെക്കുന്നുണ്ട്. ഇപ്പം മ എന്ന് പറയുമ്പോഴും എന്ന് പറയുമ്പോഴും 2 പല്ലുകളുടെ ഇടയിൽ കൊണ്ടുപോയി നാവിനെ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ മ എന്ന് പറയണത്. എന്നിട്ട് ആ മണിക്കൽ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ദ എന്നാണ് പറയാം. അപ്പോൾ മന്ദ മന്ദ. ഇത് ശരിക്കും നേരിട്ട് മുമ്പിലല്ലാത്തതുകൊണ്ട് പരിമിതികളുണ്ട്. എങ്കിലും അത് നിങ്ങൾ ഒന്നും കൂടെ ഈ ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പം വീണ്ടും അത് ശരിയായി കിട്ടും. അതായത് എങ്ങനെയാണോ നമ്മളുടെ ആ അക്ഷരം ഉച്ചരിക്കേണ്ട രൂപം, ആ രൂപത്തിൽ ആദ്യമേ കൊണ്ടുപോയിട്ട് അതിന് തയ്യാറാക്കി നിർത്തുക നമ്മുടെ നാവിനെയും ചുണ്ടിനെയൊക്കെ. എന്നിട്ട് അവിടെ ഇങ്ങനെ മണിക്കുക. മണിച്ചതിന് ശേഷം ആ അക്ഷരം പറയാം. അത് പിന്നെ തൊട്ടതിന് ശേഷം അമർത്തുക എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം അവിടെ കൊണ്ടുപോയി തൊടുക, നാവോ ചുണ്ടോ പല്ലോ ഒക്കെ ആ തൊടേണ്ട സ്ഥലത്ത് തൊടുക. തൊട്ടതിന് ശേഷം പിന്നെ അമർത്തി അങ്ങ് പറയാം. ഇത് ഈ അവസാന ഭാഗം കേൾക്കുമ്പോൾ പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. നൂനിൻ്റെ മഹ്റജിൽ തൊടരുത്, അല്ലെങ്കിൽ നൂന് പറയാൻ വേണ്ടി മോണയുടെ മുകൾ ഭാഗത്ത് നമ്മുടെ നാവിൻ്റെ അറ്റം കൊണ്ടുപോയി തൊടുന്ന ആ സ്ഥലത്ത് തൊടരുത്. അപ്പോൾ നൂനിനെ നമ്മൾ പറയുന്നില്ല, നൂനിൻ്റെ ഗുന്നത്ത് അതായത് മണിക്കൽ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. എന്നിട്ടാണ് പിന്നെ ഇഖ്ഫാഇൻ്റെ ഈ 15 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം പറയേണ്ടത്. അങ്ങനെ എളുപ്പത്തിൽ അങ്ങനെ മനസ്സിലാക്കിയാലും മതി. മറ്റേ ആ ഭാഗം മനസ്സിലാവുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഏതായാലും ഇതോടുകൂടി സുക്കൂനുള്ള നൂന്, തൻവീന് പരിശുദ്ധ ഖുർആനിൽ എവിടെ കണ്ടാലും അത് എങ്ങനെയാണ് അവിടെ ഉച്ചരിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് വീണ്ടും പഠിക്കുക. ഈ സുക്കൂനുള്ള നൂനും തൻവീനും പഠിക്കാൻ വേണ്ടി ഇതിന് മുമ്പത്തെ 3 ക്ലാസ്സുകൾ കൂടെ വീണ്ടും വീണ്ടും കേൾക്കുക. എന്നിട്ടത് നന്നായിട്ട് പഠിക്കുക. പടച്ചതമ്പുരാൻ പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിച്ച് നല്ല രൂപത്തിൽ പാരായണം ചെയ്യുന്ന സത്യവിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.